അൻസിബ ഹസന് പിന്നാലെ നടൻ ടിനി ടോമിനെതിരെ നീന കുറുപ്പും എംഎംഎക്ക് പരാതി നൽകിയിരിക്കുകയാണ്. എന്തായാലും മരണം ഉറപ്പായി. ടിനി ടോം പരസ്യമായി അസഭ്യം വിളിച്ചു, അശ്ലീലം പറഞ്ഞു എന്നാണ് പരാതി. എംഎംഎയുടെ കുടുംബ സംഗമ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കുറച്ച് വർഗീയത കൂടുതലുണ്ട്. കലാകാരന്മാരെ വർഗീയത പാടില്ല. അദ്ദേഹത്തിന്റെ ഭാഷ ശരിയല്ല. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ട്രിഗർ ചെയ്യുന്ന പോലെയുള്ള ഭാഷ ഉപയോഗിക്കും. അയ്യോ, എനിക്ക് അതൊരൊറ്റ കോണേ ഉള്ളൂ. കൂടെ നിൽക്കുന്നവരെ കണ്ടും പൂട്ടി വിശ്വസിക്കുക. അതുകൊണ്ടാണല്ലോ ഇതുവരെ എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിച്ച സമയത്ത് അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മോശം അശ്ലീല പദങ്ങൾ അങ്ങനെ പറയുന്നതായിട്ട് അശ്ലീല പദങ്ങൾ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മീറ്റിംഗിന്റെ ഇടയിലൊക്കെ അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എന്റെ ഉണ്ടായിട്ടില്ല. ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നുള്ളത്. അപ്പൊ ചിലപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നല്ല. ചേട്ടാ നമ്പർ മറക്കണ്ട, ഞങ്ങൾ തരുന്നതേ ചോറ് തന്നെയാ. നീ എന്തിനാ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി. സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഈ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഇത്തിരി ദയുണ്ടായാൽ മതി. മറ്റുള്ളവരുടെ വിശ്വാസത്തോട് ഇത്തിരി റെസ്പെക്റ്റും അത്രയും ആവശ്യമുള്ളൂ. ലോകം നന്നായിക്കോളും. അതിന് നീ ഇത്ര ബേജാറാവന്തിയാണെ. വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ പറയരുതല്ലോ. നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. ഇനി നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങൾ വല്ല ഭരണിക്കകത്തും കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയിൽ കൂടെ തീ വയ്ക്കും. കേട്ടടാ? നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ.